3 മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം കൂടി ആരംഭിക്കാൻ ഒരുങ്ങി തിരുവനന്തപുരം നഗരസഭ. മെഡിക്കൽ കോളേജിനും പുത്തരിക്കണ്ടം മൈതാനത്തിനും സമീപത്ത് ബഹുനില പാർക്കിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. നിലവിൽ കോർപ്പറേഷന്റെ കീഴിൽ 3 MLP അഥവാ മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുന്നില്ല. ഒരുപടി കൂടി മുന്നോട്ടു പോകുകയാണ് നഗരസഭ. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം. ഒരേ സമയം 102 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം വളരെ ഉപകാരപ്രദമെന്ന് ജനങ്ങൾ. പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചില സമയത്ത് ഞങ്ങൾ പുറത്തൊക്കെ പോകേണ്ടി വരും. വേറെ ഉള്ളവരുടെ നമ്മൾ ഓഫീസിൻ്റെ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ കംഫർട്ടബിളാണ്. സാധാരണ കോർപ്പറേഷനിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് പാർക്കിംഗ് എന്നുള്ള സംഭവമാണ്. വെളിയിൽ എവിടെ ഇട്ടിരുന്നാലും പോലീസ് പിടിക്കുമായിരുന്നു. പക്ഷേ ഇത് വന്ന സമയത്ത് വളരെ ഉപയോഗപ്രദം തന്നെയാണ്. ഇതിനു പുറമെ പാളയം സാഫല്യം കോംപ്ലക്സിന് പിന്നിലായും തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തും MLP-കൾ പ്രവർത്തിക്കുന്നുണ്ട്. 1000-ഓളം പാർക്കിംഗ് ആണ് കാറും അതുപോലെ തന്നെ 2 വീലറും ചേർന്നുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. വാഹനം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. നഗരത്തിൽ തിരക്കേറിയ സ്ഥലങ്ങളായ മെഡിക്കൽ കോളേജിനടുത്തും പുത്തിരിക്കണ്ടം മൈതാനത്തിനടുത്തുമാണ് ഇപ്പോൾ ബഹുനില പാർക്കിംഗ് സംവിധാനം തയ്യാറാകുന്നത്. ഉടൻ തന്നെ ഇവ പ്രവർത്തന സജ്ജമാകും. വലിയ ഗതാഗത പ്രശ്നം നേരിടുന്ന ചാല മാർക്കറ്റിനടുത്തും ലോറികൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ലോറി പാർക്കിംഗ് അടക്കം വരുന്നത് വാണിയംകുളം എന്ന് പറയുന്ന ചാല ഭാഗത്തുള്ള ലോറി പാർക്കിംഗ് ആണ്. അവിടെ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു ഫ്ലോർ ഉണ്ടാവും. അതുപോലെ തന്നെ ബൈക്കിന് പ്രത്യേക പാർക്കിംഗ് ഉണ്ടാവും. അതിനപ്പുറം ഒരു ഷോപ്പിംഗ് മോൾ പോലെയുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.